പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര വാർത്തയിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. പ്രക്ഷോഭം തുടരുന്ന ഇറാനിൽ മരണം 2500 കടന്നു. പ്രക്ഷോഭകരോട് പ്രതിഷേധം തുടരാൻ ട്രംപ് ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. ട്രംപിന്റെ ആഹ്വാനത്തിനെതിരെ ഇറാൻ UN സെക്രട്ടറി ജനറലിന് പരാതി നൽകി. പ്രതിഷേധക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച ട്രംപിന്റെ നീക്കത്തെ എതിർത്ത് ഇറാന്റെ ദേശീയ സുരക്ഷാ മേധാവി അലി ലാറിജാനി രംഗത്തെത്തി. ഇസ്രയേലും അമേരിക്കയും ഇറാനികളെ കൂട്ടക്കൊല ചെയ്യുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഇറാനിൽ പ്രക്ഷോഭം എങ്ങനെ ആളിക്കത്തുകയാണ്? ആ ആളിക്കത്തുന്ന പ്രക്ഷോഭത്തിന് കുറച്ചധികം ഇന്ധനം പകരുകയാണോ ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ? മരണം ഇപ്പോൾ എത്രയായി? ഒപ്പം ഈ ഇറാനിലെ പ്രക്ഷോഭത്തിന് എന്തെങ്കിലും താൽക്കാലിക പരിഹാരം ഉണ്ടാക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയുണ്ടോ ഐസൻ? അശ്വതി, നിലവിലെ സാഹചര്യത്തിൽ ഇറാനിൽ നടക്കുന്ന പ്രക്ഷോഭത്തെ അവസാനിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ ഇറാനിലെ നിലവിലെ ഭരണകൂടം ഒഴിയണം എന്നൊരു ആവശ്യമാണ് പ്രക്ഷോഭകർ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രക്ഷോഭകർ അതിശക്തമായ പ്രതിഷേധങ്ങൾ അതിരൂക്ഷമായ രീതിയിൽ തന്നെ പലയിടങ്ങളിലും വരുന്നൊരു സാഹചര്യമുണ്ട്. ഇതിൽ 2500-ലേറെ പേർ മരിച്ചു എന്ന് പറയുന്നതിൽ 2400 പേരോളം സാധാരണക്കാരാണ്, അല്ലെങ്കിൽ സാധാരണ പൗരന്മാരാണ്. 150 പേർ മാത്രമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉള്ളത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതിരൂക്ഷമായ ഒരു സംഘർഷത്തെ അടിച്ചൊതുക്കാനുള്ള ഒരു നീക്കം ഇറാന്റെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായി നടക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സംഘർഷങ്ങളെല്ലാം തന്നെ നിരീക്ഷിക്കപ്പെടേണ്ടത് എന്നതാണ് നിലവിലെ സാഹചര്യം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നലെ ട്രംപ് വളരെ കൃത്യമായി പ്രക്ഷോഭം തുടരുക, സർക്കാർ സ്ഥാപനങ്ങളിലെ നിയന്ത്രണം ഏറ്റെടുക്കാൻ തയ്യാറാവുക, ആരൊക്കെയാണോ തങ്ങളെ ആക്രമിച്ചത്, അതായത് അദ്ദേഹത്തിന്റെ ഇന്നലത്തെ പോസ്റ്റിൽ വളരെ കൃത്യമായി പറയുന്നത് ഇറാനിലെ ജനതയെ ആക്രമിച്ചത് ആരൊക്കെയാണെങ്കിൽ അവരെ കൃത്യമായി കണ്ടെത്തുക, അവർക്കുള്ള നടപടി ഉണ്ടാകും, ഇറാനിലെ ജനതയ്ക്കുള്ള പിന്തുണ ഉടൻ തന്നെ എത്തുമെന്ന ഒരു നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ നിലപാടിന് പിന്നാലെയാണ് UN സെക്രട്ടറി ജനറലിന് പരാതിയൊക്കെ നൽകിയിരിക്കുന്നത്. പക്ഷേ ഇറാനിൽ നടക്കുന്ന ഈ പ്രക്ഷോഭത്തെയും നിലവിലെ സാഹചര്യങ്ങളെ അടിച്ചൊതുക്കാനുള്ള നീക്കങ്ങൾ ഭരണകൂടം നടത്തിയതിനെയും സംബന്ധിച്ചുള്ള പരാമർശങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ട്രംപിന്റെ നിലപാടിൽ മാത്രം, അല്ലെങ്കിൽ ട്രംപ് നൽകിയ ഒരു സൂചനയിൽ, ആഹ്വാനത്തിൽ മാത്രം പ്രതിഷേധം അറിയിക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ഇറാന്റെ ഭരണകൂടം നീങ്ങുന്നത്. ഇറാൻ ഭരണകൂടം വലിയ രീതിയിൽ ഈ പ്രക്ഷോഭം തുടരുന്ന ഒരു സാഹചര്യം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു മർദ്ദനക നയം തന്നെ പിന്തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഉൾപ്പെടെ ഇറാനെതിരെ അമേരിക്ക നടത്തിയ പ്രസ്താവനകൾക്കൊക്കെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ നടപടിയിലേക്ക് നീങ്ങുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇറാനിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് 25% അധിക താരിഫ് ചുമത്താനുള്ള തീരുമാനം ഇന്നും കഴിഞ്ഞ ദിവസം തന്നെ ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങൾ കണിശമായി നടത്തി ഇറാനിലെ സമാധാന പുനഃസ്ഥാപനം പൂർണ്ണമായും നടപ്പാക്കുക എന്ന ലക്ഷ്യം അമേരിക്കയ്ക്കുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി യോഗങ്ങളെല്ലാം നടക്കുകയും ചെയ്തിരുന്നു. ഇത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ 17ഓളം ദിവസമായി വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഇറാനിൽ തുടരുകയാണ്. സർക്കാർ സംവിധാനങ്ങൾ, അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടം അടിയന്തരമായി രാജ്യം വിട്ടുപോകണം, അല്ലെങ്കിൽ അധികാരത്തിൽ നിന്ന് ഒഴിയണമെന്ന ആവശ്യമാണ് പ്രക്ഷോഭകർ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രക്ഷോഭകർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ശരിയാണെന്ന് പ്രഖ്യാപിച്ച ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖമൈനി നിലവിലിപ്പോൾ ഇറാനിലുണ്ടോ എന്ന കാര്യത്തിൽ പോലും ചില ആശങ്കകളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നിലവിൽ പ്രക്ഷോഭ കലുഷിതമാവുകയാണ് ഇറാൻ. ശരി ഐസൻ, വ്യക്തമാണ്. എന്തായാലും പ്രക്ഷോഭം തുടർന്ന് ഇറാനിൽ മരണം 2500 കടന്നു. പ്രക്ഷോഭകരോട് പ്രതിഷേധം തുടരാൻ ട്രംപ് ഇന്നലെ ആവശ്യപ്പെടുകയായിരുന്നു. എന്തായാലും ട്രംപിന്റെ ആഹ്വാനത്തിനെതിരെ ഇറാൻ UN സെക്രട്ടറി അടക്കം ഇതിൽ പ്രതികരിച്ചിട്ടുണ്ട്. ജനറലിന് പരാതി നൽകിയിരിക്കുകയാണ് ഇറാൻ. വിവരങ്ങളുമായി ഐസൻ ജോസ് ആണ് ചേർന്നത്.